സോറി എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ അടുത്ത് തെറ്റാണ്, ഞാൻ ചെയ്ത് തെറ്റ് കാര്യങ്ങൾ സമ്മതിച്ച് അവളെ വീട്ടിലോട്ട് ഞാൻ പോയി. അപ്പോൾ ഈ പറഞ്ഞ മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അവിടെ പോകണ്ട, എനിക്ക് നീ ഒരു കാര്യം ചെയ്യും, ആളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വായോ നമുക്ക് റീച്ച് കൂട്ടാം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നീ പറഞ്ഞില്ല അത് എന്നോട് പറഞ്ഞ ഒരു ഫോട്ടോ നീകളുടെ ഒപ്പം എടുക്കുക, എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാം. അപ്പൊ നമുക്ക് റീച്ച് ഒന്നും കൂടി കൂടും. അത്ര ചെറ്റത്ത ഞാൻ അവൻ പറഞ്ഞതുപോലെ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഫുള്ള് നെഗറ്റീവാ, എനിക്ക് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഈ പറഞ്ഞ നിങ്ങൾ എല്ലാവരും എനിക്ക് നെഗറ്റീവ് ആവും. ഞാൻ മണവാളിന്റെ ഒപ്പം നിൽക്കാം. മണവാളൻ എന്നെ ഇട്ട് ഇങ്ങനെ താഴ്ത്തി കളിച്ച് അവൻ ഇങ്ങനെ കയറും. ഞാൻ ഇവിടെ ഈ കുറിക്കുണ്ണനും മറ്റേ കൺവെൻഷനൊക്കെ ഞാൻ അവനവിടെ കയ്യടി ക്ലാപ്സ്. ഇപ്പൊ ഒരു സംഭവം നോക്കി കാറിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കേണ്ടത് എന്നാ ഓക്കെ. എന്നെ കുറിച്ച് അവിടെ സംസാരിച്ചു. എന്നിട്ട് സംസാരിച്ചു ഞാനിങ്ങനെ മണവാളം വിളിച്ച് കോംപ്രമൈസിന് കോൾ ചെയ്തു. എന്നിട്ടാ ഈഗിൾ ബ്രോ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. അവ എന്നെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും വോയിസ് ഉണ്ടായില്ലേ ഞാൻ സംസാരിക്കാൻ, എന്തെങ്കിലും വോയിസ് ആ വീഡിയോയിലുണ്ടാവും. എന്നെ കുറിച്ച് സംസാരിക്കണം. അർഷാദ് എന്റെ ഭാഗത്ത് എന്റെ ടീമിലുള്ള എം സ്കോഡിലുള്ള ഒരുത്തരാണ് അവൻ. അർഷാദ് അവനൊരു തെറ്റ് ചെയ്തു എന്താ പരസ്യമായി അവൻ മാപ്പ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. എന്റെ കയ്യിൽ ഫോൺ എന്നോട് പറഞ്ഞു. കൂടുതൽ ഒരുത്തനല്ലേ, അപ്പൊ അവനല്ലേ നോക്കേണ്ടത്. കൂടെ ഒരു എം സ്കോഡ് ഇപ്പൊ എന്റെ കൂടുതലുള്ളവൻ എന്റെ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവനാ. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ ഇരുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ച കോൾ ഇപ്പൊ അവന് ആർക്കാണ് തെറി വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളിനാണ് കൊടുക്കും. എന്നിട്ട് പറയടാ സോറി പറ ഈഗിൾ ബ്രോ ഇതിന് അവാഫാണ് ഇവന്റെ ഭാഗത്ത് തെറ്റുപറ്റി അവൻ സംസാരിക്കുന്ന വേണ്ടി കോള് കൊടുക്കും. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ വിട്ട് കണ്ടന്റ് ആക്കാൻ വേണ്ടിട്ട് അതിൽ ഇരുന്നൊക്കെ ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മുടെ തല ഇപ്പൊ കൂറിയിട്ട് എടുത്ത് വന്നിരിക്കുന്നുണ്ട്. മെയിൻ വേണം, ഞാൻ അങ്ങനെ പറയട്ടെ, മെയിൻ വേണം. ഇപ്പൊ അറിഞ്ഞു പറയുമ്പോ വേണം, മെയിൻ വേണം അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോ